ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർ ബി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം എടുക്കുക. എന്നിട്ട് സെർച്ച് ബോക്സിൽ എന്താക്കുക, പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഒന്നടിക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഈ വിൻഡോയിൽ ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഫ്രം ഒഫീഷ്യൽ എന്നുള്ളതാണ്. ഇവിടെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഉണ്ടാവും, ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം. ദെൻ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അവിടെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കയറിയിട്ട് ഇതേപോലെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൈക്രോസോഫ്റ്റ് പവർ ബി ഐ സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം. ദെൻ ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് കൊടുത്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. രണ്ട് ഓപ്ഷൻ, ഒന്ന് ഫയൽ നെയിം ഉണ്ട്, സൈസ് ഉണ്ട്. PBA ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് .exe ഉണ്ട്. അതേപോലെ തന്നെ PBA ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് 64, നിങ്ങളെ ബിറ്റ് സൈസ് 64 ആണോ 32 ആണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ കണ്ടോ, സിസ്റ്റം എടുക്കുക. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ സിസ്റ്റം എന്നുള്ളതുണ്ടോ. ഓക്കെ, സിസ്റ്റം എടുക്കുക. സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോന്റെ ലാസ്റ്റ് നോക്കിയാൽ എബൌട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ എബൌട്ട് ക്ലിക്ക് ചെയ്യുക. എബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ഓപ്പറേഷൻ സിസ്റ്റം അഥവാ എക്സിൻ്റെ 64 ബേസ്ഡ് പ്രൊസസ്സറാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇത് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 32 ആണെങ്കിൽ നമ്മൾ 32ന്റെ ഇൻസ്റ്റാളേഷൻ ഫയലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ നേരത്തെ വിൻഡോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്റം 64 ആയതുകൊണ്ട് ഞാൻ ഈ 64 ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഡൗൺലോഡ് കൊടുക്കും. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഡൗൺലോഡ് എഴുതാൻ. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നേരെ അതെടുക്കാം. ഓക്കെ, എൻ്റെ ഫയലും പവർ ബി ഐൻ്റെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നിങ്ങൾ ഡൗൺലോഡ് ഹിസ്റ്ററി നോക്കുക. അതിൽ ഇവിടെ ഷോ ഇൻ ഫോൾഡർ കാണിക്കും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് എക്സിൻ്റെ 64 എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ വരും. ഓക്കെ, ഈ വിൻഡോയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക്, ഇതേപോലത്തെ വിൻഡോ ആയിരിക്കും വരില്ല. ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ച് യുവർ ഡിവൈസ്, യെസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷന് എന്താണുണ്ട്, ഇതേപോലത്തെ ഒരു വിൻഡോ വരും. നെക്സ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്താൽ. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ആക്സെപ്റ്റ് ദ ടേംസ് ഇൻ ലൈസൻസ് അഗ്രിമെൻറ്റ് അത് ടിക്ക് ചെയ്യുക. ദെൻ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്ത് ചേഞ്ച് ചെയ്യേണ്ട അതേപോലെ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഇവിടെ ഇത് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് നമുക്ക് വേണമല്ലോ.
അതുകൊണ്ട് അത് ടിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് വേണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യുക. എനിക്കിവിടെ വേണം, ഡെസ്ക്ടോപ്പിൽ തന്നെ എടുക്കേണ്ടി വരുന്നുണ്ട്. ടിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ദെൻ ലോഞ്ച് മൈക്രോസോഫ്റ്റ് പവർ BI ഡെസ്ക്ടോപ്പ് ലോഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചത് ടിക്ക് ചെയ്യുക. ദെൻ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് പവർ BI ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലോഞ്ച് ചെയ്താൽ മൈക്രോസോഫ്റ്റ് പവർ BIൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.